ശീഘ്രസ്ഖലനം എന്നുള്ളത് ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് പലരും പറയലുണ്ട്. പലർക്കും ഇത് ആശുപത്രിയിൽ വരാൻ മടിയാണ്, ഇതൊരാളോട് ചോദിക്കാനും മടിയാണ്. ഇതുകൊണ്ട് തന്നെ പല പല തെറ്റായ ഇൻഫർമേഷനുകളിലും അവർ ചെന്ന് ചാടാറാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ശരിയായി പറഞ്ഞു കൊടുത്താലേ സമൂഹത്തിന് ഗുണമുണ്ടാവൂ എന്നുള്ളത് കൊണ്ട് പ്രിമച്വർ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് മാറാനുള്ള 10 ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്താണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്നുള്ളതും പറഞ്ഞുതരാം. സ്വന്തം പങ്കാളിയെ തൃപ്തിപ്പെടുത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ തനിക്ക് സംതൃപ്തി കിട്ടുന്നതിന് മുൻപ് സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാം. ഈ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കേണ്ടി വരും, അങ്ങനെ കിട്ടൂല. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കുറേ ഒരു ബിരിയാണി ചെമ്പ് മുഴുവൻ ഉണ്ടെങ്കിലും ബിരിയാണി ഒരു പ്ലേറ്റല്ലേ തിന്നാൻ കഴിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ മതിയാവില്ലേ? ഇതുപോലെ ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കുറച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അമിതമായാൽ ഇത് കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇത് ലെവലിൽ നിർത്താൻ വേണ്ടി ദൈവം തന്ന അനുഗ്രഹമാണ് ഇത് നിങ്ങൾക്ക് ഇജാക്കുലേഷൻ നടക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ്. മറ്റ് രോഗങ്ങളെ പോലെയല്ല, ഇത് ഒരാൾക്ക് ഉണ്ടായാൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കൂല. നമ്മുടെ നാട്ടിലൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ അയാളെ പലരും ചികിത്സിക്കാൻ സപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ പോകുമ്പോൾ ഇതേപോലുള്ള വല്ല ട്യൂമറോ മുഴയോ കാണുമ്പോൾ എടാ അത് ക്യാൻസറാണ്, നോക്കിക്കോ, ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ പലരും ഉണ്ടാവും. അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു രോഗി പറയും എടാ അത് ഇങ്ങനെയാണ്, എനിക്കും ഇങ്ങനെ ഉണ്ട്, അതിനെ സൂക്ഷിച്ചോ എന്നുള്ളത്. പക്ഷേ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്നുള്ളത് നമ്മളും പങ്കാളിയും മാത്രം അറിയുന്നുണ്ട്, ഇതൊരാളും വേറൊരാളോടും ഷെയർ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ വളരെ അപകടകരമായ വിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട്. ഇതുകൊണ്ട് തന്നെ പലരും ആശുപത്രിക്ക് പോകില്ല. എന്നിട്ട് കണ്ട പുസ്തകങ്ങളിൽ കഴിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ പല മുറിവൈദ്യന്മാരുടെ അടുത്തും പോയിട്ട് ആളെ കൊല്ലാൻ തല വെച്ച് കൊടുക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടാൽ തന്നെ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നിങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് പ്രിമച്വർ ഇജാക്കുലേഷൻ മാറ്റി കിട്ടുക എന്നുള്ളതാണ്. എന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചോളൂ. പലരും നിരാശരാ, ഡോക്ടറെ ഇനി എന്താ ചെയ്യുക, പോയോ, ഡിവോഴ്സ് ചെയ്യണോ, ഭാര്യ വേറെ ആളപ്പം പോകുമോ, ആകെ പേടിയിലാണ്, എൻ്റെ ആണത്തെ മുഴുവൻ പോയി പോവുകയാണ്, ഞാൻ ഓളെ മുന്നിൽ ആകെ പകച്ചു പോവുകയാണ്, പകല് വലിയ പുലിയാണ്, പിന്നെ പൂച്ച പോലും അല്ലാതെ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ തോന്നുന്നത് എന്തോ വലിയ സംഭവമാണ്. എടോ, നിങ്ങളെ മൂക്കിന് ജലദോഷം വരുന്ന പോലെ, അല്ലെങ്കിൽ തൊണ്ടക്ക് തൊണ്ടവേദന വരുന്ന പോലെ, മുടി കൊഴിയുന്ന പോലെ ഈ ഭാഗത്തിനുണ്ടാവുന്ന ചെറിയ രോഗമാണ്, ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് കുറേ മരുന്ന് കുടിച്ച് നിങ്ങളെ കിഡ്നി കേടെടുത്ത് ഹാർട്ട് കേടെടുത്ത് ഒന്നും വേണ്ട. ഇത് പലരും ഡോക്ടറോട് ചോദിക്കല്ല, ഞാൻ എൻ്റെ നമ്പർ തരാം, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ചികിത്സ എടുക്കുക, അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങൾ തന്നെ നോക്കുക. ഇത് ചികിത്സിക്കാൻ മടിക്കണ്ട. എന്താ പറഞ്ഞാൽ പലരും ഇത് മരുന്ന് ഷോപ്പ് പോയിട്ട് മരുന്ന് വാങ്ങി കുടിച്ചിട്ട് അവർ ആരോഗ്യം കേടെടുത്താണ്. അതുകൊണ്ടാണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പരിശോധന എടുത്ത് ഞാൻ മരുന്ന് അയച്ചു തരാം. ഇത് പരിശോധനയ്ക്ക് വരാൻ വേണ്ടി പറയണമല്ല. ഇതൊക്കെ ചെയ്തിട്ടും എല്ലാ വഴിയും നോക്കിയിട്ട് അവസാനം ഡിവോഴ്സിലേക്കോ അല്ലെങ്കിൽ വേറെ പോവുമോ എന്ന സംശയത്തിലേക്കോ അല്ലെങ്കിൽ ഭാര്യൻ്റെ മുന്നിൽ തോൽക്കാൻ വയ്യ എന്ന് കരുതിയിട്ട് വേറെ സ്ത്രീകളടുത്തേക്കൊക്കെ പോകുന്നവരുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സമയമാവുന്നതിൻ്റെ മുൻപ് ശുക്ലം സ്ഖലിക്കുകയും ലിംഗം താഴുകയും ചെയ്യുക, സ്ത്രീക്ക് തൃപ്തി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പുരുഷൻ തന്നെ തൃപ്തി കിട്ടാതിരിക്കുക. സ്ഥിരമായി ഇങ്ങനെ ആവുകയാണെങ്കിൽ അതിനെ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാം. ഇതല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെ ആവുമ്പോഴേക്ക് തന്നെ സ്ഖലനം സംഭവിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിൻ്റെ മുൻപ്, ഇത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ സ്ഖലനം സംഭവിച്ച് പങ്കാളിയെ തൃപ്തിപ്പെടുത്താതെ ലൈംഗികത തൃപ്തിജനകമല്ലാതെ ഇരിക്കുക. ഇതിനാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാം. ഇത് നമ്മളുടെ രോഗങ്ങൾ കൊണ്ട് വരും. ഷുഗർ പോലെ, പ്രോസ്റ്റേറ്റ് പോലെ, മൂത്രക്കടച്ചിൽ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് വരും. ഇത് വരാനുള്ള വേറൊരു കാരണം എന്നുള്ളത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരും. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ, LHൻ്റെ, FSHൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരും. മൂത്രക്കടച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ, പ്രോസ്റ്റേറ്റ് അണുബാധ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ വരും. മൂത്രക്കൊടിയുടെ അമിതമായ സെൻസിറ്റിവിറ്റി കാരണം വരും. ഇതിലേറൊക്കെ വരാനുള്ള കാരണം മനസ്സാണ്. മനസ്സുകൊണ്ടുള്ള ധൈര്യക്കുറവാണ്. അപ്പോൾ അതിന് പങ്കാളി നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് തന്നെ തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ കഴിയും. അങ്ങനെയുള്ളതാണ് അതിൻ്റെ വേറൊരു ഘടകമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷണത്തിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് കഴിക്കേണ്ട 10 ഭക്ഷണം പറഞ്ഞുതരാം. ഒന്നാമത് നമുക്കൊക്കെ അറിയാം, മുരിങ്ങക്കായ് ഒബ്വിയസ്ലി ഗുഡ്. ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചോളൂ, ഇലക്കറികൾ കഴിച്ചോളൂ. നാട്ടിൽ കിട്ടുന്ന മുരിങ്ങയും ചീരയും പയറ്റിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും എല്ലാം കഴിച്ചോളൂ. ഒപ്പം കുമ്പളങ്ങയാണെങ്കിൽ അത് കഴിച്ചോളൂ, കുമ്പളങ്ങൻ്റെ വിത്ത് കഴിച്ചോളൂ. അതുപോലെ തന്നെ മത്തങ്ങ കഴിച്ചോളൂ, വെള്ളരിക്ക കഴിച്ചോളൂ, കക്കരിക്ക കഴിച്ചോളൂ, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്,
വത്തക്ക വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള പൈനാപ്പിൾ നല്ലതാണ്, അനാർ നല്ലതാണ്. എല്ലാ ഫ്രൂട്ട്സും നിങ്ങളുടെ സാമ്പത്തികാവസ്ഥക്കനുസരിച്ച് കഴിച്ചോളൂ. തവിട് കളയാത്ത അരി, തവിട് കളയാത്ത ഓട്സ്, ഗോതമ്പ്, ഇതൊക്കെ തവിട് കളയാത്തത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പാല് നല്ലതാണ്, മുട്ട നല്ലതാണ്, അവക്കാഡോ വളരെ നല്ലതാണ്, ഉണക്കമുന്തിരി നല്ലതാണ്, ബെറീസ്, ബ്ലൂബെറി, മൾബെറി, ബ്ലാക്ക്ബെറി ഒക്കെ നല്ലതാണ്, വാൽനട്ട് നല്ലതാണ്, അണ്ടിപ്പരിപ്പ് നല്ലതാണ്, ഇതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിലുള്ള മീനുകൾ, പ്രത്യേകിച്ച് മത്തി, ചൂര, അയല, ഇവയിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ കൂന്തൾ, അതുപോലെ തന്നെ കല്ലുമക്കായ, എരുന്ത്, ഇത്തരത്തിൽ കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരം ഐറ്റംസും നിങ്ങളുടെ ലൈംഗിക ശക്തി കൂട്ടാൻ നല്ലതാണ്. ഇഞ്ചി നല്ലതാണ്, മഞ്ഞൾ നല്ലതാണ്. ഇനി ലൈംഗിക ശക്തി കൂടാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾക്ക് മീനെണ്ണ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഇഞ്ചി എടുക്കുക. ഇഞ്ചിയുടെ നീര്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സമയക്കൂടുതൽ കിട്ടുന്നതിനും അതുപോലെ തന്നെ ലൈംഗികത ശക്തിയാവാനും സഹായിക്കും. ഇത് ചെയ്യേണ്ടത് സെക്സ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപാണ്. തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മാസം ഇത് ചെയ്ത് നോക്കൂ. ഇതെന്തിനാ പറയണറിയോ? പലർക്കും ദഹന പ്രശ്നം ഉണ്ടാവും, വയറ് കൂടും. അങ്ങനെ ഉണ്ടായി ആ കൊഴുപ്പടിഞ്ഞ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ വേഗത്തിൽ നടക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ദഹനം ശരിയാക്കിയാൽ തീരും. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും കിട്ടുന്ന ഈ സംഗതി പറയുന്നത്. ഒപ്പം ഒഴിവാക്കേണ്ട സംഗതികൾ പറഞ്ഞുതരാം. നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് മദ്യവും ലഹരിയും പാൻ മസാലകളും പുകവലിയും പാടേ വർജിക്കുക. കോള ഒഴിവാക്കുക. പഞ്ചസാര വിഭവങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് മൈദ, അതുപോലെ തന്നെ പോളിഷ് ചെയ്തിട്ടുള്ള അരിയുടെ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വിശ്രമിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഇതുപോലെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് കളർ ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പേസ്ട്രികൾ, അമിതമായി മധുരമുള്ളത്, ഡാൽഡ വനസ്പതി പോലുള്ളത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട സംഗതികളാണ് കോളകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, ഇതൊക്കെ ഒഴിവാക്കുക. അമിതമായിട്ടുള്ള മസാലകൾ, സ്മോക്ക്ഡ് മീറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ശക്തി കൂടാനും സ്റ്റാമിന നിലനിർത്താനും കൂടുതൽ സമയം ചെയ്ത് നിങ്ങളുടെ കിടപ്പറയിലെ ഒരു പടക്കുതിരയായിട്ട് മാറാനും കഴിയും. ഇത് ഒന്നും ചെയ്യാതെ വെറുതെ പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കഴിച്ചാൽ ഉള്ള ആരോഗ്യം ഇല്ലാതെയാവുക ചെയ്യുക. ഞാൻ മരുന്നിനെ കുറ്റം പറയല്ല. പലപ്പോഴും നിങ്ങൾ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു ഹാർട്ട് രോഗിയായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വയസ്സായ ആളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വയസ്സാവുമ്പോൾ കുറച്ചത് പവർ കുറയും. അപ്പോൾ 20കാരൻ്റെത് കിട്ടണം എന്ന് കരുതി അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കണ്ട. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോധവൽക്കരണം നടത്തുന്നത്. ഇത് എല്ലാവരിലേക്കും പരമാവധി എത്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം മാറ്റാനാണ് ഇന്ന് വീഡിയോയുടെ മുന്നിൽ വന്നത്. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.